ഇന്നെന്താ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ എടുത്തിട്ട് വന്നിരിക്കണമെന്നല്ലേ? ഇന്ന് നമുക്ക് ഈ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാം. ഇതാണ് ആ സംഭവം. മ്യൂസിക് ബാൻഡ് ടീമിനെയാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബേസായിട്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് അടപ്പെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയും വേണം നമുക്ക്. പിന്നെ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു തെർമോക്കോൾ ഞാൻ ജസ്റ്റ് ഒരു റെഡ് കളർ കൊടുത്തിട്ട് ഒരാൾക്ക് ഇരിക്കുന്ന രീതിയിൽ ഒരു സോഫ പോലെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിൽ ഒരാളേനെ ഫിറ്റ് ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ആ തലഭാഗം ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കാലുണ്ടാക്കണം. അതാണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ ആ തലഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാലിനായിട്ട് യൂസ് ചെയ്യാം. ഇത്രയും കുഞ്ഞിതായിട്ട് ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഒരാളുടെ കാല് കിട്ടും. അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് 1-2 പ്രാവശ്യമൊക്കെ അത് പൊട്ടിപ്പോയി. പിന്നെയും ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കൂടി നോക്കിയപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശരിയായിട്ട് വന്നു. ഇതിപ്പോൾ ഞാൻ കാൽമുട്ടിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇവിടെ ഒട്ടിക്കാൻ. ഇനി നമുക്ക് 2 കൈയും വെച്ച് കൊടുക്കണം. അതിനായിട്ട് തീപ്പെട്ടിക്കൊള്ളി ഒരു കൈയിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് വെട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഏതായാലും, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കുഴൽ ഊതുന്ന ആളേനെയാണ് ഉദ്ദേശിച്ചത്. ഏകദേശം അതാവുന്ന മാതിരിയിൽ ഞാൻ അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 2 ആളേനെ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മളുടെ ടീമിനെ ഗൈഡ് ചെയ്യുന്ന ആളും, പിന്നെ രണ്ടാമതൊന്ന് ഒരു ഗിറ്റാർ വായിക്കുന്ന ഒരാളാണ് കേട്ടോ. ഈ ഗിറ്റാർ വായിക്കുന്ന ആളേനെ ഉണ്ടാക്കാൻ കുറച്ച് പണിയായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് മുട്ടിങ്ങനെ മുന്നോട്ട് മടങ്ങി നിൽക്കണ മാതിരി ഉണ്ടാക്കണമായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. ഇനിയിപ്പോൾ നമുക്കൊരു ഗിറ്റാർ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഫോം ഷീറ്റാണ്, ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ഗിറ്റാറിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിന് പുറമെ അതിൻ്റെ സ്ട്രിങ് ജസ്റ്റ് ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ തന്നെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഗിത്താറും കൂടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ കുഞ്ഞ് ഗിത്താർ? ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ മ്യൂസിക് ബാൻഡിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ എങ്ങനെയുണ്ട് ഈ ഒരു ടീം? നന്നായിട്ടുണ്ടോ? എല്ലാവരും മറക്കാതെ ഇതിൻ്റെ അഭിപ്രായം പറയണേ. മാത്രമല്ല, വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷാന് ഇത് ചെയ്തത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൻ എന്നോട് ചോദിച്ചു, ആ നടുവിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ എന്താണമ്മ, തോക്കാണോ എന്ന്. അതോടെ നമ്മളെ ടീമിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് എനിക്ക് മനസ്സിലായി.